സായാഹ്നത്തിൽ അവൾ ഫോണെടുത്ത് പപ്പയെ വിളിക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ പറയുന്നത് ഇപ്രകാരമാണ്: പപ്പ, ഇന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഒരു പുതിയ സിനിമയ്ക്കായി പോയിക്കൊള്ളട്ടെ. പപ്പ അവളോട് ചോദിക്കുന്നുണ്ട്, ആരൊക്കെയുണ്ട് നിൻ്റെ കൂടെ? ബെറ്റി, ബ്ലസ്സി, അവളോടൊപ്പമുള്ള കൂട്ടുകാരുടെ പേരുകൾ അവൾ നിരത്തുകയാണ്. പപ്പ അവളോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അതല്ല, ഈശോ നിൻ്റെ കൂടെയുണ്ടോ? എങ്കിൽ പോയിക്കൊള്ളുക. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവൾ മറുപടി പറയുന്നുണ്ട്, ഇല്ല പപ്പ, ഞാൻ പോകുന്നില്ല. കാരണം ഈശോ കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ യാത്രകളും ക്രിസ്തു ഓരോ അനുഭവങ്ങളാക്കി തീർക്കുന്നുണ്ട്. യാത്രയിൽ അവൻ ശിഷ്യർക്ക് പുതിയ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആകാശത്തിലെ പറവകളും വയലിലെ ലില്ലിയും അങ്ങനെ അവർക്ക് കിട്ടുന്നുണ്ട്. ജീവിതയാത്രയിൽ നേരിടാവുന്ന കുന്നും താഴ്വരകളും അവനോടൊത്ത് യാത്ര ചെയ്താൽ പുതിയ പാഠങ്ങളായി അവൻ പകർന്നു നൽകും. ക്രിസ്തുവിൻ്റെ അവസാന യാത്ര കുരിശിലേക്കുള്ളതായിരുന്നു. ആ യാത്രയിലൂടെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം അവൻ നന്നായി നിറവേറ്റുന്നുണ്ട്. അതിനായി വേറിട്ട് ധ്യാനിച്ച് ബലം പ്രാപിക്കുവാൻ ക്രിസ്തുവിന് കഴിയുന്നുണ്ട്. തൻ്റെ ശിഷ്യഗണത്തെ അവൻ ശീലിപ്പിച്ചതും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി തുറവിയോടെ കാത്തിരിക്കുവാനായിട്ടാണ്. ഇനി നമ്മുടെ പാഴായിപ്പോയ യാത്രകളെപ്പറ്റി അങ്ങനെ ഓർത്ത് വിതുമ്പുന്നവരെ നാം കാണുന്നുണ്ട്. നാമും പലപ്പോഴും അങ്ങനെ വിതുമ്പിയിട്ടുണ്ട്. ക്രിസ്തുവിനെ കൂട്ടാതെ നാം എടുത്ത തീരുമാനങ്ങളായിരുന്നു ആ യാത്രകൾ. ഓർക്കുക, ഓരോ യാത്രയും ക്രിസ്തുവിനോടൊപ്പം ഉള്ളതാകണം. അതിനാൽ നിന്റെ വിളിക്ക് വേണ്ടി, ഒരു കൈ സഹായത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ സ്വാഗതം ചെയ്യുക അവരെയും. ധന്യമാകട്ടെ ഇനിയുള്ള നിന്റെ യാത്രകൾ ഓരോന്നും. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ഈശോയെ, എൻ്റെ യാത്രയുടെ ലക്ഷ്യം മുന്നിൽ കണ്ട് എല്ലാ തടസ്സങ്ങളും ഇല്ലായ്മ ചെയ്യുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് അങ്ങൊഴുക്കണമേ. ആമേൻ.